യുവാവാകെ ഭയന്നുപോയൊരു സംഭവമായിരുന്നു പാലക്കാട് നെന്മാറയിലുണ്ടായ ഇരട്ടക്കൊലപാതകം. പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെയാണ് ചെന്താമര കൊലപ്പെടുത്തിയത്. നിലവിൽ സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷ അനുഭവിക്കുകയാണ് ഈ കൊടും കുറ്റവാളി. ജനുവരി 25, 2025 സമയം ഒരു 11 മണിയായി കാണും. ആ സമയത്ത് ഇവിടെ ആകെ തന്നെ ചോര തളം കെട്ടി കിടക്കുകയാണ്. നിങ്ങൾക്ക് മുന്നിൽ കാണുന്ന ഒരു സ്ഥലത്ത് സ്കൂട്ടർ ഉണ്ടാകും. അതിന് സമീപത്ത് സുധാകരന്റെ മൃതദേഹവും. സജിത വധക്കേസിൽ ജാമ്യം നേടി പുറത്തിറങ്ങിയ ചെന്താമര വീണ്ടും 2 പേരെ കൊന്നു. സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും. വീടിന്റെ മുന്നിലിട്ടാണ് അയാൾ ഇരുവരെയും വെട്ടി നുറുക്കി കൊലപ്പെടുത്തിയത്. കേസിലെ പ്രതിയായ ചെന്താമരയുടെ വീടാണിത്. ഇതിപ്പോൾ കാട് മൂടിക്കിടക്കുകയാണ്. ആരും ഇവിടെ താമസമില്ല. ഇതിന്റെ തൊട്ടടുത്താണ് സുധാകരന്റെ വീട്. ഏകദേശം ഒരു 10 മീറ്റർ പോലുമില്ല. അവിടെയും ഇപ്പോൾ ആൾതാമസമില്ല. സുധാകരനും അമ്മ ലക്ഷ്മിയും താമസിച്ചിരുന്ന വീടാണിത്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അയൽവാസിയായ ചെന്താമര ആദ്യം സുധാകരനെയും പിന്നീട് അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. തന്റെ നാശത്തിന് കാരണം അയൽവാസികളാണെന്ന് ചെന്താമര വിശ്വസിച്ചു. ഇതിനെ തുടർന്നായിരുന്നു കൊലപാതകങ്ങൾ. ചെന്താമരയുടെ വീടിന്റെ നേരെ എതിർവശത്താണ് പുഷ്പയുടെ വീട്. പുഷ്പ ഇപ്പോൾ ഇവിടെ താമസമില്ല. ഈ സംഭവം കഴിഞ്ഞ് അധികം വൈകാതെ പുഷ്പ ഇവിടെ നിന്ന് താമസം മാറി. കേസിലെ പ്രധാന സാക്ഷിയാണ് പുഷ്പ. ഈ കാണുന്ന പാടത്തിന് പിന്നിലുള്ള വനമേഖലയിലാണ് ചെന്താമര അന്ന് ഒളിവിൽ പോയത്. 2 ദിവസം രാവും പകലും തിരഞ്ഞു. ഒടുവിൽ ഭക്ഷണം കഴിക്കാനായി തിരികെ വന്നപ്പോഴാണ് പോലീസ് അയാളെ പിടികൂടിയത്. ചെന്താമരയ്ക്ക് ഉയർന്ന ശിക്ഷ കിട്ടുമെന്ന് നാട്ടുകാരും സുധാകരന്റെ മക്കളും പ്രതീക്ഷിക്കുന്നു. ഇരട്ടക്കൊല നടന്ന് 58-ാം ദിവസം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി 4-നാണ് വിചാരണ ആരംഭിച്ചത്. 132 സാക്ഷികളിൽ 4 പേർ കൂറുമാറിയെങ്കിലും അത് വിധിയെ ബാധിക്കില്ലെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.